ഇന്നത്തെ യാത്രയിൽ 2 കാര്യങ്ങൾ എന്നെ ചിന്തിപ്പിച്ചു. അതിലൊന്നാമത്തേത് പാലം എന്നുള്ളതാണ്. പാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? 2 കരകളെ തമ്മിൽ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒന്നാണ് പാലം. ഇരു കരകളെ യാതൊരു ബന്ധവുമില്ലാത്ത 2 കരകളെ തമ്മിൽ ചേർത്ത് ഒന്നാക്കി ഒരു ചാരകമെന്നതുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് പാലം. ചില ആളുകൾ ഇതുപോലെയാണ്. അറ്റുപോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ കഴിയുന്നവർ, ഐക്യതയില്ലാത്തിടത്ത് ഒരുമയോടെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മതിലുകൾ എന്നുള്ളതാണ്. മതിലുകളുടെ പ്രത്യേകത എന്താണ്? പൊതുവെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് മതിൽ എന്ന് പറയാറുണ്ടെങ്കിലും ചില സമയത്ത് മതിൽ ഒരു തടസ്സം തന്നെയാണ്. കേരളം കണ്ട എക്കാലത്തെയും വലിയ ദുരന്തങ്ങളിൽ ഒന്നായ 2018 പ്രളയകാലം. ആ സമയത്ത് പേമാരി പെയ്ത വെള്ളം വീടുകളിലുള്ളിലേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയം, ഉള്ളിൽ അകപ്പെട്ടു പോയി രക്ഷിക്കാൻ വേണ്ടി വന്ന രക്ഷാസംഘത്തിനകത്തേക്ക് കയറാൻ കഴിയാതെ തടസ്സമായി നിന്നത് ഈ മതിലുകളായിരുന്നു. മതിലുകൾ എന്ന് പറഞ്ഞാൽ കൂർത്തുമൂർത്ത മുള്ളുകൾ കൊണ്ടും കുപ്പിച്ചില്ലുകൾ കൊണ്ടും ഇരുമ്പുകൾ കൊണ്ടും അലങ്കരിച്ച മതിൽ. ഈ സംഘത്തിനകത്തേക്ക് കയറാൻ കഴിയാതെ തടസ്സം നിന്നപ്പോഴും അവർ പരമാവധി അതിനുവേണ്ടി ശ്രമിച്ചു. ആ സമയത്തും ഈ മതിലുകളിൽ തൂക്കിയിട്ടിരുന്നൊരു ബോർഡുണ്ട്. എന്താണെന്നല്ലേ? അന്യർക്ക് പ്രവേശനമില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ ഉയർന്നു നിൽക്കുന്ന മതിലുകളെല്ലാം തന്നെ അപകടം നിറഞ്ഞതാണ്, തടസ്സം സൃഷ്ടിക്കുന്നവയാണ്. ഞാൻ പറഞ്ഞു വന്നത് മതിലുകളോ പാലങ്ങളോ എന്നതിനേക്കാൾ ഉപരി ഇത് രണ്ടും മനുഷ്യൻ്റെ ചില മനോഭാവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ആളുകൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന, മുന്നോട്ടുള്ള ഒഴുക്കിനെ തടയുന്ന മതിലുകൾ പോലെയാണോ അതോ പാലങ്ങൾ പോലെയാണോ നമ്മുടെ ജീവിതം? പ്രിയ സ്നേഹിതരെ, ആ ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ കഴിയുന്ന, ആളുകളെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുന്ന, ബന്ധങ്ങൾക്ക് ഊഷ്മളത പകരുന്ന പാലങ്ങൾ പോലെയായി തീരുവാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ. നല്ലൊരു ദിനം നേരുന്നു. ബൈ.